തുടരും കണ്ടയാൾ പിടിയിൽ. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തുന്ന കാര്യം പരിഗണിക്കണേ. തുടരും കണ്ടയാൾ പിടിയിൽ. പറഞ്ഞു വരുന്നത് തുടരുമെന്ന സിനിമയെക്കുറിച്ചുള്ള വാർത്തകളാണ്. തുടരുമെന്ന സിനിമയെക്കുറിച്ചുള്ള ഓരോ അപ്ഡേറ്റുകളും ഏവരെയും ആകർഷിക്കുന്നതാണ്. മാത്രമല്ല, ചിത്രത്തിന്റെ കുതിപ്പ് ഇങ്ങനെ തുടരുകയാണ്. ആർക്കും പിടിച്ചു കെട്ടാൻ സാധിക്കാത്ത വിധത്തിൽ ഒരു യാകാശമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ലാലേട്ടന്റെ തുടരുമെന്ന ചിത്രം. അങ്ങനെ ലാലേട്ടൻ തന്റെ വിശ്വരൂപം പ്രകടിപ്പിച്ചപ്പോൾ രണ്ടാമത് 100 കോടിയും അതാ 200 കോടിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് വെറും 2 മാസം കൊണ്ടാണ് ഈ ഒരു നേട്ടം അദ്ദേഹം നേടിയെടുത്തിരിക്കുന്നത് എന്നത് ചില്ലറ കാര്യമല്ല കേട്ടോ. കാരണം ഈ ഒരു സിനിമയുടെ മുന്നോട്ടുള്ള പോക്ക് ലാൽ എന്ന ഒരേ ഒരു ഇതിഹാസ താരത്തെ കേന്ദ്രീകരിച്ച് തന്നെയാണ്. കാരണം ഇതിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മൾട്ടി ലെവൽ താരങ്ങളുടെ ഒരു പുനഃസംഘടനയൊന്നും ഈ സിനിമയ്ക്കില്ല. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു വിജയ ചിത്രം നമ്മൾ ആരും പ്രതീക്ഷിക്കാതിരുന്നതാണ്. ഒരുപക്ഷെ മോഹൻലാലിന്റെ കടുത്ത ആരാധകർ പോലും ഈ ഒരു സിനിമ ഇത്രത്തോളം വലിയൊരു വിജയമാകുമെന്ന് കരുതിയിരുന്നില്ല. ഇതേതൊരു പ്രകൃതി പടം എന്നുള്ള രീതിയിലാണ് ആ ചിത്രത്തെ അവർ സമീപിച്ചത് തന്നെ. എന്നാൽ ചിത്രം വലിയ രീതിയിൽ തന്നെ കത്തിക്കേറുന്ന കാഴ്ചയാണ് ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടത്. ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇത് ഹൗസ്ഫുൾ ഷോകളുടെ ബോർഡ് തിയേറ്ററിൽ നിന്ന് ഊരാൻ തന്നെ അവർക്ക് സാധിക്കില്ല. കാരണം ഇത് തുടരുക തന്നെ ചെയ്യും. അത് റെക്കോർഡ് തന്നെയായിരിക്കും. ഇതുവരെ കണ്ട മലയാളത്തിന്റെ എല്ലാ റെക്കോർഡുകളും ഈ സിനിമ തകർത്തെറിയുക തന്നെ ചെയ്യും. ആ റെക്കോർഡുകളിലെ തകർക്കൽ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 150 കോടിയാണ് ഇന്നത്തെ കളക്ഷൻ എന്നാണ് അറിയുന്നത്. ഇന്ന് വരെയുള്ള കളക്ഷനിൽ നിന്ന് 150 കോടിക്ക് മുകളിലേക്ക് ചിത്രം നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് നേട്ടം നേടുന്ന സിനിമ എന്ന 2018 നേട്ടത്തെ മറികടന്നിരിക്കുകയാണ് ചിത്രം. തുടരും എന്ന സിനിമ കണ്ട ആളുകളെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, വ്യാജ പതിപ്പ് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ പ്രചാരം നേടിയിരിക്കുകയാണ്. എന്നിട്ട് പോലും ചിത്രത്തിന് തിരക്ക് കുറയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. തുടരും കണ്ട് പൂരപ്പറമ്പിലേക്ക് തൃശൂർ പൂരം കാണുവാൻ പോയ ഒരു വ്യക്തി പിടിയിലായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ട്രെയിനിലിരുന്നാണ് തന്റെ മൊബൈലിൽ അദ്ദേഹം വ്യാജ പതിപ്പ് കണ്ടത്. അതിനുശേഷം അദ്ദേഹം പൂരപ്പറമ്പിലേക്ക് പോയി. അവിടെ വെച്ച് അദ്ദേഹത്തിനെ ഷാഡോ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് അറിയുന്നത്. തുടരും സിനിമയുടെ വ്യാജ പതിപ്പ് ട്രെയിനിലിരുന്ന് കണ്ടയാൾ പിടിയിൽ. ബംഗളൂരു എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസിലെ യാത്രക്കാരനാണ് പിടിയിലായത്. ബംഗളൂരിൽ നിന്ന് പൂരം കാണാൻ തൃശ്ശൂരിലെത്തിയതായിരുന്നു അയാൾ. സിനിമ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെന്നും ഓൺലൈൻ വഴി തന്നെ കാണുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. തിയേറ്ററിൽ ഗംഭീര പ്രതികരണങ്ങളോടെ പ്രദർശനം തുടരുന്ന തുടരും സിനിമയുടെ വ്യാജ പതിപ്പ് ഇറങ്ങിയ വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. തൃശൂർ ഷൊർണൂർ റൂട്ടിൽ ഓടുന്ന ബസ്സിൽ യാത്രക്കാരൻ സിനിമ കാണുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ടൂറിസ്റ്റ് ബസ്സിൽ സിനിമ പ്രദർശിപ്പിക്കുന്ന ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട്. മലപ്പുറത്ത് നിന്ന് വാഗമണിലേക്ക് പോയ ടൂറിസ്റ്റ് ബസ്സിലാണ് തുടരും എന്ന സിനിമ പ്രദർശിപ്പിച്ചത്. ടൂറിസ്റ്റ് ബസ്സിൽ സിനിമ പ്രദർശിപ്പിക്കുന്ന ദൃശ്യം തെളിവ് സഹിതം ഒരു സ്ത്രീയാണ് ചിത്രത്തിലെ നടൻ ബിനു പപ്പുവിനെ അയച്ചു കൊടുത്തത്. നടൻ ദൃശ്യങ്ങൾ നിർമ്മാതാവ് എം രഞ്ജിത്തിന് കൈമാറുകയും പിന്നാലെ നിയമ നടപടിക്ക് ഒരുങ്ങുകയുമായിരുന്നു. കൊല്ലം രജിസ്ട്രേഷനിലുള്ള ബസ്സിലാണ് സിനിമ പ്രദർശിപ്പിച്ചത്. ഏപ്രിൽ 25 തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം വലിയ പ്രീ റിലീസ് പബ്ലിസിറ്റി ഇല്ലാതെ തന്നെ ആദ്യ ദിനം മുതൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴും ആ കാഴ്ച തുടരുകയാണ്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം 150 കോടി കടന്നു കഴിഞ്ഞു എന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ എത്തിയ ചിത്രം മോഹൻലാലിന്റെ കരിയറിലെ 360ാമത്തെ സിനിമ കൂടിയാണ്. ചിത്രത്തിൽ ശോഭനയാണ് അദ്ദേഹത്തിന്റെ നായികയെത്തുക എന്ന് നമ്മൾ കേട്ടപ്പോൾ തന്നെ വലിയ പ്രതീക്ഷയാണ് സിനിമയെ കുറിച്ചുണ്ടായിരുന്നത്. ഏറെ കാലത്തിനു ശേഷം ഇരുവരും ഒന്നിക്കുന്ന എന്ന പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ടായിരുന്നു. 15 വർഷങ്ങൾക്കപ്പുറം രണ്ടുപേരും ഒന്നിച്ചപ്പോൾ അതൊരു വിസ്മയ ചിത്രമായി മാറി. ഷൺമുഖം എന്ന ടാക്സി ഡ്രൈവറായിട്ടാണ് ചിത്രത്തിൽ മോഹൻലാൽ എത്തിയിരിക്കുന്നത്. ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, മണിയൻപിള്ള രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഷാജികുമാറാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ എഡിറ്റിംഗും ഒക്കെ എടുത്തു പറയേണ്ടതാണ്. ക്യാമറ മാത്രമല്ല, എഡിറ്റിംഗും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ കിടിലൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ജെക്സ് ബിജോയുടെ എലവേഷൻ സീനുകളൊക്കെ തന്നെ ആ മ്യൂസിക് കൊണ്ട് അപ്ലിഫ്റ്റ് ചെയ്യുന്നതൊക്കെ മനോഹരമായിട്ടുണ്ട്. മാത്രമല്ല അതിന്റെ കലാസംവിധാനവും എല്ലാം ഒന്നിനൊന്നും മെച്ചം. തിരക്കഥ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ തന്നെ വഹിച്ചിട്ടുണ്ട്. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല, വ്യാജ വീഡിയോ കാണരുത്. തിയേറ്ററിൽ തന്നെ ഈ സിനിമ കാണണമെന്നുള്ള കാര്യം കൂടി ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. ബൈ ബൈ, സി യു. ദിസ് ഇസ് പിന്റോ അങ്കമാലി, സൈനിങ് ഔട്ട്. അങ്കമാലി ഡയറി.